കോമ്പൗണ്ടിൽ 100 വില്ലകൾ കൊടുക്കുന്നു എന്നായിരുന്നു നമ്മൾ ആദ്യത്തെ പ്ലാൻ. ആദ്യം ഡയറക്ടേഴ്സ് ആവുന്ന 100 പേർക്ക് ഫ്രീ ആയിട്ട് ഓരോ വില്ല കൊടുക്കുക. ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് 100 വില്ല എം ഡിക്ക് ചെയർമാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരു വില്ല അല്ലെങ്കിൽ 2 വില്ല, അത് പിന്നെ ഭാവിയിലാണ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെ ആവേശവും ആഗ്രഹവും അല്ലെങ്കിൽ ഈ ഒരു വിജയിക്കാനുള്ള ത്വരകൾ കാണുന്നുണ്ടല്ലോ, അത് അവിടെ നിർത്താൻ തോന്നിയില്ല. ഇതിപ്പോ 100 വില്ല ഉണ്ടാക്കി ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോ അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും കൂടെ ഒരു മീൻസ് എന്തായാലും ഫീൽഡിലുണ്ട് കോടികളുടെ ബിസിനസ്, അൾട്രാ ലക്ഷറി പ്രീമിയം പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവില്ലേ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയത്. അതായത് ഇതൊരൊറ്റൊരു കോമ്പൗണ്ടില് നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും അധികം ദൂരത്തിലില്ലാതെ ഏകദേശം ഒരു 20 മിനിറ്റ് യാത്ര അങ്ങനെ തന്നെ പിടിച്ചു. എപ്പോഴും ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യണം ലാൻഡ് ചെയ്യണം കണ്ടുകൊണ്ടിരിക്കാം. ഇത് പെരിയാറിന്റെ തീരത്ത് കൂടെ ആണെങ്കിലോ പുഴയുടെ സൈഡിൽ. ഓക്കെ, അതാണ് പെരിയാർ കൊടുത്തിട്ടുള്ളത്. ഇതൊരു എക്സാക്ട് ഫുൾ പ്ലാൻ അല്ല, എന്നാലും ഏകദേശം. ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ പറഞ്ഞ ആ ഫ്രാഗ്രന്റ് ഹെവനിലേക്കുള്ള നമ്മൾ പഴയ പറയാനുള്ള 100 വില്ലകൾ അതാണ് ഓൾറെഡി ഉണ്ടാവും, ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള 100. അതുകൂടാതെ സീനിയർ സിറ്റിസനുള്ള ലക്ഷറി ലിവിംഗ്. സീനിയർ സിറ്റിസൺ ലക്ഷറി ലിവിംഗ് എന്ന് പറയുമ്പോൾ വിദേശത്തൊക്കെ മക്കളും പേരക്കുട്ടികളൊക്കെ വിദേശത്തായിരിക്കും. അപ്പോൾ അവരുടെ ഗ്രാൻഡ് പാരന്റ്സിനെ ഒന്ന് വന്ന് കണ്ടു വേഗം പോകണം. എയർപോർട്ടിൽ വരുന്നു, 20 മിനിറ്റ് യാത്രയോടെ എത്തുന്നു, 1-2 ദിവസം സ്പെൻഡ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ അവിടെ ഫെസിലിറ്റി കൊടുക്കുന്നതോ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന പോലെ. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിരിക്കും? ബെഡ് കോഫി മുതൽ ഹൗസ് കീപ്പിംഗ് മുതൽ ഫുഡ്, ക്ലീനിങ്, വാട്ടർ. നമുക്ക് എന്താ പണിയുള്ള? ഒരു പണിയില്ല. വേണമെങ്കിൽ ഒന്ന് രാവിലെ എക്സസൈസിന് വേണ്ടി നടക്കാൻ പോവുക, ജിമ്മിൽ പോവുക, വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പ്ലേ ഗ്രൗണ്ടിലെ മറ്റുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ അവരൊക്കെ കിട്ടുന്ന ഒന്ന് സോഷ്യൽ യാത്രയ്ക്കുള്ള പണികൾ. അപ്പൊ ആ രീതിയിലുള്ള ഒരു സീനിയർ സിറ്റിസൺ ലിവിംഗ് സ്പേസും കൂടെ നമ്മളിതില് ഈ വില്ലയുടെ കൂടെ തന്നെ കുറച്ച് വില്ലകളും കൂടെ ഉണ്ടാവും. ഓക്കെ, അതുകൂടാതെ ഒരു 500 മുതൽ 1000, ഒരു 500-നും 1000-നും ഇടയിലുള്ള അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, ഫ്ലാറ്റുകൾ. അതുകൂടാതെ വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള കുറച്ച് റിസോർട്ടുകൾ ഉണ്ടാവും. അത് കേവ് മോഡൽ വേണോ, വില്ല മോഡൽ വേണോ, അതൊക്കെ നമുക്ക് പിന്നീട് പ്ലാനിങ്ങിലൂടെ വരുന്നുണ്ടാവും. ഇതിനെല്ലാത്തിനപ്പുറം നമുക്ക് ഇതിലൊരു 5 സ്റ്റാർ ഹോട്ടൽ കൂടെ കൊണ്ടുവന്നാലോ എന്നുള്ള ഒരാലോചന കൂടെ ഉണ്ട്. ഇതൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊരു ഐഡിയ നിങ്ങളത് ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇതിന്റെ ആകെ 100 വില്ല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതൊന്ന് ഒരു ഫൈനൽ ഫിനിഷിംഗ് ആവുന്നതിന് മുമ്പ് തന്നെ MD പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇതൊന്ന് ഈ സബ്ജക്ട് എടുത്തിട്ടതാണ്. ഇതെന്റെ സബ്ജക്ട് അല്ല. ഇതാണ് നമ്മുടെ എന്തൊക്കെ ഉണ്ട് ഇതില്? വില്ലാസ് ഉണ്ട്, അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, സീനിയർ സിറ്റിസൺ ലിവിംഗ്, സീനിയർ ലിവിംഗ് ഉണ്ട്, ഒരു റിസോർട്ട്സ് ഉണ്ട്, ആൻഡ് മേ ബി 5 സ്റ്റാർ ഹോട്ടൽ. ഇത്രയും സംഭവങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് മാറുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ടൗൺഷിപ്പ് എന്ന് വിളിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഫ്രാഗ്രന്റ്